നിങ്ങളെ ഗർഭാശയ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കുവാൻ സഹായിക്കുന്നതാണ് സർവൈക്കൽ സ്ക്രീനിങ് മെത്തേഡ്. പാപ്സ്മിയർ ടെസ്റ്റ് അല്ലെങ്കിൽ HPV ടെസ്റ്റ് തുടങ്ങിയവയൊക്കെ ഈ സർവൈക്കൽ സ്ക്രീനിങ് മെത്തേഡാണ്. പാപ്സ്മിയർ എന്ന് പറയുമ്പോൾ ഗർഭാശയ മുഖം, അതായത് സർവിക്സ് യോനിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഗർഭാശയ മുഖത്ത് നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സെൽസ്, പ്രത്യേകിച്ച് ബ്രഷ് അല്ലെങ്കിൽ സ്പാറ്റുലൊക്കെ വെച്ച് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ HPV എന്നുള്ള ടെസ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്കറിയാം HPV എന്ന വൈറസാണ് ഗർഭാശയ ക്യാൻസർ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഈ HPV ഇൻഫെക്ഷൻ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകാവുന്ന ഒരു വൈറസാണ്. അപ്പോൾ സാധാരണ ബോഡിയുടെ സ്വയമായിട്ടുള്ള ആ പ്രതികരണ ശക്തി മൂലം ഈ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ സാധാരണ സാധിക്കും. ഈ HPV നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഒരു 2 വർഷത്തിൽ കൂടുതൽ ആയാൽ ഈ ഗർഭാശയ മുഖത്ത് ആ കോശങ്ങൾക്ക് ചില വ്യത്യാസമുണ്ടാക്കുവാനും ഭാവിയിൽ അത് ക്യാൻസറായി തീരുവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്യാൻസർ ആവുന്നതിന് വളരെ മുൻപ് തന്നെ ആ ചെറിയ ചേഞ്ചുകൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും വേണ്ടതുപോലെ ട്രീറ്റ് ചെയ്താൽ ഈ ക്യാൻസറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ സാധാരണ റെക്കമെൻഡേഷൻ 21 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള സമയത്ത് 3 വർഷത്തിൽ ഒരിക്കലാണ് സാധാരണ ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാൻ പറയുക. 21 മുതൽ 29 വയസ്സ് വരെ സാധാരണ പാപ്സ്മിയർ മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുക. 30 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള സമയം ഈ ഒന്നുകിൽ പാപ്സ്മിയർ തന്നെ എല്ലാ 3 വർഷവും, അല്ലെങ്കിൽ HPV എന്നുള്ള ടെസ്റ്റ് എല്ലാ 5 വർഷത്തിലൊരിക്കൽ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു കോ ടെസ്റ്റിംഗ് എല്ലാ 5 വർഷത്തിലൊരിക്കൽ. ഇതാണ് സാധാരണ റെക്കമെൻഡേഷൻ. 64 വയസ്സിന് ശേഷം സാധാരണ നേരത്തെ അഡിക്വേറ്റായിട്ട് നെഗറ്റീവായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ ആ ടെസ്റ്റ്, ഈ സ്ക്രീനിങ് തുടരേണ്ടതില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അത് ചെയ്യേണ്ടതാണ്. UK ഗൈഡ് ലൈൻ അനുസരിച്ച് 25 മുതൽ 64 വയസ്സ് വരെയാണ് ഈ ടെസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ. നമ്മളുടെ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരു റീകോൾ സിസ്റ്റം ഒന്നുമില്ല. നമ്മൾ തീർച്ചയായിട്ടും ഈ സാധ്യത നമ്മൾ അറിഞ്ഞ് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് ഈ ടെസ്റ്റുകൾ സമയത്ത് ചെയ്യേണ്ടതാണ്. സാധാരണ ഗൈനക്കോളജിസ്റ്റ് വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ സമീപിക്കുമ്പോൾ ഈ ടെസ്റ്റിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. അത് വേണ്ട എന്ന് ആവശ്യമില്ലാതെ വെക്കരുത്. ഈ സാധ്യത തീർച്ചയായിട്ടും ഉപയോഗിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.